ഹലോ, ഇന്നലൊരു വാൾലാമ്പ് കാണിച്ചില്ലായിരുന്നോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? ഇപ്പം കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഹായ്. ഈ കുടക്കമ്പി ഉണ്ടാ ഒടിഞ്ഞു പോയി. സ്പ്രിങ് പിന്നെ നമ്മൾ മുറ ഉണ്ടാക്കിന്റെ ബാക്കി ഈ പീസുകളും കൂടെ ഉണ്ടേ. ഇതുപോലെ കുറെ കമ്പികളുണ്ടായിരുന്നല്ലോ, അതെന്താ ഇതുപോലത്തെ ഒരു കമ്പിയാണ് ഇത്. ഇത് വെച്ച് നമ്മളൊരു കുത്തിയ മുറ ഉണ്ടാക്കിയതിന്റെ ആ ബാക്കി പീസുകളാണേ. അതും നമ്മൾ ഈ കുടക്കമ്പിയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കണം. അപ്പൊ ഇതിൽ നമ്മൾ ഇതാണ് മാക്സിമം കേട്ടോ. ഇതാണ് ഏറ്റവും വലുത്. വലിയ പീസ് ഇതാണ്. ഇനി ഇതിന്റെ ചെറുതാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ അറ്റത്ത് ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിന്റെ രണ്ടറ്റത്തും കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ കാണിച്ച് കണ്ടേ. ഈ സാധനം നമ്മൾ ചിരട്ടയിൽ ഹോൾ ഇടൂലേ, അതേ ടൂള് തന്നെ. അത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി 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 കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ കിട്ടും കേട്ടാ. വേണ്ട ഇത് കണ്ട. ഇതേപോലെ നമ്മൾ നേരത്തെ ഹോളിട്ട് എടുത്തില്ലായിരുന്നോ, അതിങ്ങനെയാണ് കേട്ടോ. കാണിച്ചു തരാം. ആദ്യം നല്ല നീളമുള്ളത്, പിന്നെ നീളം കുറഞ്ഞു പോകും കേട്ടോ. അങ്ങനെയാണ് ഇത്. കണ്ടോ, ഇതാണ് നീളം ഉള്ളതേ. അപ്പം നമ്മൾ വേണ്ട ഇവിടെ ഹോൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആ ഹോളിൽ കൂടെ ഈ കമ്പി ഇങ്ങനെ കടത്തി കൊടുക്കും. കണ്ടില്ലേ, ഇതുപോലെ. അപ്പോഴും നോക്കിക്കോ, ഇത് ഇങ്ങനെ വരും കേട്ടോ. വളച്ചിട്ട് കണ്ടോ ഇങ്ങനെ കയറ്റണം. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ മറ്റേ ചെറുതൊക്കെ വരുന്നത്. അപ്പോഴത്തേ നമ്മൾ പിന്നെ നീളം കുറഞ്ഞത് ഏതായിരുന്നു കള്ളി. ഇത് നമ്മളിത് ഇങ്ങനെ കടത്തി കൊടുക്കും. ഇതെല്ലാം ഇങ്ങനെയല്ലേ വരണം. കണ്ടോ, ഇങ്ങനെ വരും. ഇതിന്റെ അകത്താണ് ഇത് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ അകത്ത് മൂന്നാമത്തെ അങ്ങനെ അങ്ങനെ വരും കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, ഈ ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഒരു കുറച്ചും കൂടെ ഒക്കെ ഒരു 5-6 കൂടെ ഇട്ടിട്ട് കാണിച്ചു. കണ്ടോ, ഇതുപോലെയാണ്. ഇതിപ്പോൾ 5-6 അല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടുക്കുണ്ട്. കോർത്തിട്ടേക്കുന്ന ഈ പീസുകളെല്ലാം കൂടി ഇതുപോലെ വളച്ചിട്ട് ആ മറു സൈഡിൽ കൂടി ഇങ്ങനെ കടത്തി കൊടുക്കണം. ഉള്ളിൽ വരുന്നത് ചെറിയ പീസും പുറമേ വരുന്നത് എല്ലാം വലുതായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെ വളച്ച് നല്ല പോലെ ഒന്ന് അടുക്കിയിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് അടുക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത് കാണിച്ചു തരാം. 2-3 പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റായി പോയി. കണ്ടോ, ഇത് ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കണ്ട റെയിൻബോ പോലെയൊക്കെ തോന്നും. ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ വീതി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ ചെയ്തത്. നല്ല വീതിയുള്ള ഇതുപോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് ഇത് വെച്ചങ്ങ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലത്തെ പഴയ മാറ്റുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല, വളരെ എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടില്ലേ, ഇത് കണ്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ നൂല് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്ററിലേക്ക് ഇത് ഇതുപോലൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ കാണിക്കുന്ന പോലെ അതിനുള്ളിലേക്ക് നൂല് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കടത്തി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ലൈനായിട്ട് ആ നൂല് കടത്തി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ വിടർത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകത്തില്ലേ. അപ്പോൾ ഇതിങ്ങനെ കടത്തി കൊടുക്കുമ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിന്നോളും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു 5-6 പീസും കൂടി ഇതുപോലെ നമുക്ക് കടത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കണ്ടില്ലേ, നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ കണ്ട, ഇതിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ലതുപോലെ അത് വരും കേട്ടോ. കറക്റ്റ് കണ്ട് ഇത് നമ്മളാ ചിപ്പിയുടെയൊക്കെ പോലത്തെ ഷേപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്നു. ഇങ്ങനെ വയ്ക്കുമ്പോൾ കണ്ട ഓപ്പൺ ആവും. കണ്ട, ഇങ്ങനെ വയ്ക്കുമ്പോൾ ക്ലോസ്, ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓപ്പൺ, ക്ലോസ്. കണ്ടില്ലേ, അത് നമ്മൾ ആ ഭിത്തിയിൽ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ലൈറ്റും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇതിൻ്റെ ഈ ഇഴകളിലൂടെ വരുന്ന ഈ വെട്ടം ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ വെട്ടം കിട്ടും, ഇങ്ങനെ ക്ലോസ് ആക്കുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും. എന്തായാലും സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ലൈറ്റ്?
കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ, ഹോം ടൂർ ചെയ്യൂ, റൂം ഒന്ന് കാണിക്കൂ, റൂം ടൂർ ചെയ്യൂ എന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമേ. റൂമിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷെൽഫും നമ്മുടെ ചിരട്ടയിലെ ക്രാഫ്റ്റുകളും എല്ലാം ഇവിടെ ഉണ്ട്. ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ലൈറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.